ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി ഇരിക്കുന്ന ആ കസേരയിൽ കയറിയിട്ട് രവീന്ദ്രൻ ഇരിക്കുകയാണല്ലോ. അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ദേവിക്ക് നല്ല ദേഷ്യം പറഞ്ഞു കേട്ടോ. എന്നിട്ട് രാമേട്ടൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് ദേവി ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന്? അല്ല, ഈ കസേരയില്ലേ, ഇത് കൗണ്ടറിൽ ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫ് അല്ലേ ഇരിക്കേണ്ടത്. സ്റ്റാഫല്ല, വേറെ ആരും ഇരിക്കാറില്ല. പുറത്തുനിന്ന് വരുന്നവർക്ക് ഇരിക്കാനുള്ളതല്ല. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളാണോ? ഞാൻ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. എൻ്റെ മീനാക്ഷിയുടെ അച്ഛനാണ് ഞാൻ, ആകാശിൻ്റെ അമ്മായിയച്ഛനാണ് ഞാൻ. എനിക്കെന്താ ഇവിടെ അധികാരം ഇല്ലേ ഇരിക്കാൻ? അല്ല, അതൊക്കെ ശരിയാണ്, അതൊക്കെ കുടുംബത്തിനകത്തല്ലേ. ഇതിപ്പോൾ ഒരു സ്ഥാപനമല്ലേ. ഇവിടെ ഇപ്പോൾ കൗണ്ടറിൽ ഇരിക്കേണ്ട ആളല്ലേ ഇരിക്കേണ്ടത്. പുറത്തുനിന്ന് വരുമ്പോൾ എങ്ങനെ കയറിയിരിക്കും? ഓ, അത് ശരി. അപ്പം നീ എന്നെ എണീപ്പിക്കാൻ നോക്കുകയാണല്ലേ. ഞാനിവിടെ നിന്ന് മാറണമെന്നാണ് നീ പറയുന്നത്? അല്ല, അത് ഞാൻ വേറെ രീതിയിൽ ഉദ്ദേശിച്ചല്ല അങ്ങളെ പറഞ്ഞത്. പക്ഷെ അത് അങ്ങൾ മനസ്സിലാക്കി പെരുമാറിയാൽ മതി. നീ എന്നെ മനസ്സിലാക്കുന്നൊന്നും വരണ്ടടി. നിനക്കല്ലെങ്കിലും കുറച്ച് അഹങ്കാരം കൂടുതൽ തന്നെയാണ്. നീ മീനാക്ഷിയോട് അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അവളോടുള്ള ആ ഒരു ദേഷ്യം നീ എന്നോട് കാണിച്ചാലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ദേവി പറയുന്നുണ്ട്, അല്ല, എനിക്ക് മീനാക്ഷിയോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ദേഷ്യം ഉണ്ടെങ്കിലും അത് നമ്മൾ വീട്ടിലേ തീർക്കത്തുള്ളൂ. അല്ലാതെ കടയിലും പുറത്തൊന്നും നമുക്ക് പിന്നീട് അതൊരു പിണക്കമല്ല. അത് അപ്പോഴും പറഞ്ഞു അപ്പം തീർക്കും, അത്രയേ ഉള്ളൂ. നിന്നെ എനിക്ക് അറിയാടി, ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നിന്നെക്കുറിച്ച്. നീ കുറച്ച് അഹങ്കാരിയും തൻ്റെ അടിയൊക്കെ ആണെന്ന്. അല്ല അങ്കിളെ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇപ്പം അങ്കിൾ ഇവിടുന്ന് എണീറ്റ് തരണമെന്ന് പറയാട്ടോ. അത് ശരി, അപ്പോൾ എന്നെ എണീപ്പിക്കണം, അതാണല്ലേ വേണ്ടത്. പിന്നെ നിൻ്റെ അഹങ്കാരത്തിന് ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ എണീക്കുന്നുണ്ട് കേട്ടോ. എണീറ്റിട്ട് വീണ്ടും ദേവിയോട് ചാടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവി കുറച്ചുകൂടെ സമാധാനത്തിലാണ് പറയണത്. പക്ഷേ പറയേണ്ടതെല്ലാം കുറുക്കി കൊള്ളുന്ന രീതിയിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ കടയ്ക്ക് എനിക്കൊരു അവകാശമില്ലെന്നാണ് നീ പറയണത്. ഞാനിങ്ങോട്ട് എൻ്റെ മരുമകനെ കാണാൻ വന്ന് ഈ കസേരയിൽ നിനക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങി പോകണമെന്നാണ് അല്ലേ? ശരി, ഞാൻ പോയേക്കാം. പക്ഷേ ഇതിന് ഞാൻ മറുപടി തന്നിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പോഴാണ് ഉടനെ ദേവി പറയണത്, അല്ല അങ്കിളൊന്നും നിന്നേ. മറുപടി എന്ന് പറഞ്ഞാൽ എന്താ, കട പൂട്ടിക്കുന്നതാണോ നിങ്ങളുടെ ഉദ്ദേശം? അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. പക്ഷേ അതൊന്നും വേണ്ട, ആ നടപടിക്കൊന്നും പോകണ്ട. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്കിളിനെല്ലാം മനസ്സിലായി എന്നാണ് തോന്നണത് എന്നൊക്കെ ഇങ്ങനെ ദേവി പറയാട്ടോ. അയാൾ ചാടി ചുമച്ച് ദേഷ്യം വന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ രാമേട്ടൻ പറയണം, മോളെ ഇത് പ്രശ്നമാവുമെന്നാണ് തോന്നണേ. എന്ത് പ്രശ്നം? ഒന്നുമില്ല. അയാളെ കയ്യിലെടുക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബാലച്ചനോട് ഞാൻ പറഞ്ഞോളാം, ആരും ഒന്നും കൊണ്ടും പേടിക്കണ്ട. അതെല്ലാം മോളെ, ആകാശിന് ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും? ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണില്ല. ഞാൻ സംസാരിച്ചോളെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അങ്ങനെ പിന്നെ അയാൾ നേരെ വീട്ടിലേക്ക് ചെന്ന് ഭാര്യയോട് ചാടി കടിച്ചിട്ട് പറയാനുണ്ട് കേട്ടോ, എടി അവിടെ എനിക്ക് ഒരു അവകാശമില്ല. ഞാൻ ചെന്നപ്പോൾ അവളെന്നെ നാണം കെടുത്തി വിട്ടു. അയാളെ മൂത്ത മരുമകൾ, മറ്റേ മൂത്ത മോൻ്റെ മോളുണ്ടല്ലോ, എൻ്റെ മോൾ ആ വീട്ടിൽ ആദ്യം ചെന്ന് കയറിയത്. അവൾക്ക് പോലും അവകാശമില്ലാത്ത രീതിയിൽ അവളുടെ സംസാരം. ഞാൻ ആ കസേരയിലൊന്ന് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് എണീറ്റ് മാറാൻ പറയുന്ന അവിടെ അഹങ്കാരം അങ്ങോട്ട് തീർത്ത് കൊടുക്കണമല്ലോ. അപ്പോഴാണ് മീനാക്ഷിയുടെ അമ്മയ്ക്കും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. അപ്പോൾ അവർ പറഞ്ഞിട്ട്, അത് ശരി, അപ്പോൾ ചേട്ടൻ അവിടെ ചെന്നിട്ട് ഒരു വിലയും അവൾ തന്നില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചോദിക്കണം. ഗോമതി ഒന്ന് ഫോണിൽ വിളിക്കട്ടെ. വേണ്ട, നീ ഇപ്പം എന്തായാലും ആരെയും വിളിച്ച് ഈ കാര്യം പറയണ്ട. നീ മിണ്ടാതിരിക്കുക. ഞാൻ ആകാശിനൊന്ന് ഫോൺ ചെയ്യും നാളെ. എന്നിട്ട് ആകാശിനോട് ചില കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളുടെ അഹങ്കാരം. അവൾ വലിയ സംഭവം എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും എന്നിങ്ങനെ ഭാര്യയോട് രവീന്ദ്രൻ പറയട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ പഞ്ചസാരയൊക്കെ എടുക്കാൻ പോയിക്കുമല്ലേ, അതൊക്കെ ചാക്കിൽ ചുമന്ന് കെട്ടിക്കൊണ്ട് ഇടുക കേട്ടോ. അവസാനം, അയ്യോ എനിക്ക് വയ്യ എൻ്റെ രാമേട്ടാ, എൻ്റെ ബാലൻ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും പാടുപെടേണ്ടി വന്നില്ല. ദേവി നമ്മളിട്ട് കഷ്ടപ്പെടുത്തുവാണല്ലോ എന്ന് പറയാം. ദേവിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം, മാമ ഇതൊക്കെ നമ്മളെ കടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ, പോട്ടെ, സാരമില്ല എന്നൊക്കെ പറയാം. ഇതിനിടയ്ക്ക് നമ്മുടെ ആകാശിൻ്റെ അമ്മായിയച്ഛൻ വന്ന കാര്യം പറയാനായിട്ടോ രാമേട്ടൻ. അങ്ങനെ രവീന്ദ്രൻ സാർ ഇവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം പറയാം. അപ്പോൾ എന്താ സംഭവിച്ചത്, എന്താ വന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക. അപ്പോഴാണ് ദേവി വിശദമായിട്ട് കാര്യങ്ങൾ പറയാനിട്ട്, മാമ ഇതുപോലെയാണ് സംഭവം, ഇവിടെ കയറി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എണീറ്റ് മാറാണെന്ന്. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ തട്ടിക്കയറി. ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അയ്യോ മോളെ, ഇതിന് പ്രശ്നമാവുമല്ലോ, നീ എന്തിനാ ഇതൊക്കെ സംസാരിക്കാൻ പോയത്? പിന്നല്ലാണ്ട് പറയണ്ടേ, എന്നെയല്ലേ ഈ കട ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൗണ്ടറിൽ കയറിയിരുന്ന, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കൗണ്ടറിൽ കയറിയിരുന്ന മാമനായ ഇഷ്ടപ്പെടൂ? അതിഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിലും അയാൾക്ക് കുറച്ച് അഹങ്കാരം
കൂടുതലാണ് മോളെ. എല്ലായിടത്തും ഒരു അധികാരം പറച്ചിൽ. അന്ന് മീനാക്ഷിയെ ആകാശ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിൻ്റെ നടേ വന്ന് എന്തായിരുന്നു ഷോ, മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുമെന്നും എന്തൊക്കെ ഷോ ആയിരുന്നു അയാൾ. അതിന് ശേഷം എത്ര തവണയാണ് മീനാക്ഷി ആ വീട്ടിൽ ചെന്ന് കയറിയത്, നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. ഇപ്പം അതേ ഇത്തിരി ആശുപത്രി കിടന്നില്ലേ വയ്യാണ്ട്, അതോടുകൂടിയാണ് അയാൾ കുറച്ച് പഠിച്ചത്. എന്നിട്ട് എല്ലാവരും ചുറ്റും വേണമെന്നും എല്ലാവരോടും മിണ്ടണമെന്നും ഒക്കെ തോന്നിയത്. അയാൾ കുറച്ച് തലക്കനും അഹങ്കാരം പിടിച്ച മോളത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത്രയും കണക്കായിപ്പോയി. പക്ഷേ ആകാശ് ഇത് അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പറയാം കേട്ടോ. ആ മാമൻ പേടിക്കണ്ട, ആകാശിനോട് ഞാനതെല്ലാം പറഞ്ഞോളാം, എനിക്കറിയാം പറയാൻ. ശരി എന്നും പറഞ്ഞ് അവരങ്ങനെ നിൽക്കാം. ഈ സമയത്ത് നമ്മളെ ബാലൻ വീട്ടിൽ കിടക്കുകയാണല്ലോ. ബാലന് നല്ല ആഹാരവും പാലും അതും ഇതൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് നമ്മൾ ഗോമതി. ഇതിനിടയ്ക്കൂടെ ഗോമതി അടുത്ത് വന്നിരുന്നുണ്ട്, കൊഞ്ചയും കുറുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രായമായെങ്കിലും വല്ലപ്പോഴും അല്ലേ കാണുന്നതും അടുത്തിരിക്കുന്നതും ഒക്കെ. ആ ഒരു കാര്യം പറയാണ് കേട്ടോ ബാലനോട്. ബാലേട്ട, എന്തായാലും ബാലേട്ടന് അസുഖം വന്ന് ഇവിടെ കിടന്നല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം വേറൊന്നുമല്ല, കുറച്ച് ദിവസമെങ്കിലും ബാലേട്ടൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കാനും അടുത്തിരിക്കാനും ഒക്കെ പറ്റിയല്ലോ എന്ന്. പക്ഷേ ബാലൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ബാലന് എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ. ഇതിനിടയിൽ കൂടെ പറയുന്നുണ്ട്, ഓ കടയുടെ കാര്യം എന്തായാന്തോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരിക. ഓ ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം എപ്പോൾ നോക്കിയാലും കട എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറൊരു ചിന്തയും ഇല്ലേ? എന്നാൽ പിന്നെ ഞാനൊരു കടയെക്കുറിച്ച് ഞാനും പറയാം. കടയിലേക്ക് ആ ദേവി പറഞ്ഞു വിട്ടത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ, ഞാൻ പറയാം. അല്ലെങ്കിലും ബാലേട്ടനോട് കുറച്ച് അനാവശ്യത്തിനും ആവശ്യത്തിനും ഒക്കെ ദേവി സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് തീരെ പിടിക്കണില്ല. എന്തിനാ ഗോമതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? മറ്റുള്ള മരുമക്കൾ ഇങ്ങനെ തന്നെയല്ലോ, അവരൊന്നും ഇങ്ങനെയൊന്നും കാണിക്കുന്നില്ലല്ലോ. അല്ലെങ്കിലും അവളോട് ബാലേട്ടന് കുറച്ച് കൂറും സ്നേഹവും ഒക്കെ കൂടുതലാണ്. മറ്റുള്ള മരുമക്കൾ എങ്ങനെയാണ് ഇവിടെ വന്നത് നീ തന്നെ ആലോചിച്ച് നോക്ക്. എൻ്റെ ഇഷ്ടപ്രകാരമാണോ, ഞാൻ അറിഞ്ഞിട്ടാണോ അവരിവിടെ കയറി വന്നത്? അവരവരെ ഇഷ്ടത്തിന് കയറി വന്നു. പക്ഷേ ദേവി അങ്ങനെയല്ല, ദേവി ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഇഷ്ടത്തിന് കയറി വന്നു. അപ്പോൾ അവളോട് കുറച്ച് സ്നേഹവും വാത്സല്യവും കുറച്ച് കൂടുതൽ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല കുറച്ച് കൂടുതലല്ല, ഇതിപ്പോൾ കുറച്ച് എന്തൊക്കെയാണ് ഞാൻ എന്നെ കൊണ്ടൊന്ന് പറയിക്കില്ലേ ബാലേട്ടാ, കുറച്ച് കൂടുതലുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ആ കടയിലേക്ക് അവളെ പറഞ്ഞേക്കേണ്ട കാര്യം എന്താ? അത് എൻ്റെ പേരിലിരിക്കുന്ന കടയല്ലേ ഗോമതി സ്റ്റോർ. അപ്പം വേണമെങ്കിൽ എനിക്ക് തന്നെ അവിടെ അവകാശം, ഞാൻ പോയി ഇരിക്കുമായിരുന്നല്ലോ. ആഹാ നീ പോവുമായിരുന്നോടി? പിന്നല്ലാണ്ട് എന്നെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നോ? ഉടനെ തന്നെ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നു അവിടെ പോയി ഇരിക്കാനായിട്ട്. ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവാൻ പോകണമെന്ന് നോക്കിക്കോ, വരും വഴി എല്ലാം മനസ്സിലാവും. എന്തുണ്ടാവാനോ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാനൊന്ന് രാമേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ. അങ്ങനെ രാമേട്ടനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയാം, പിന്നെ നമ്മുടെ ദേവി ഭയങ്കര മിടിക്കാട്ടോ. വന്ന പടത്തിന് എല്ലാത്തെയും വരച്ച വരലങ്ങ് നിർത്തിയിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിന് അപ്പുറമാണ്, കട നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ രാമേട്ടൻ പൊക്കി പറയാട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ബാലൻ പറയാം, നിൽക്കി രാമേട്ടാ, ഞാനേ ഫോണൊന്ന് സ്പീക്കറിലിട്ടെന്ന്. അപ്പോൾ ഗോമതിയും കൂടെ കേൾക്കുമല്ലോ, കുറച്ച് മുന്നേ ദേവിയെ കുറ്റം പറഞ്ഞതല്ലേ. അപ്പോൾ ഗോമതി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, ബാലേട്ടന് മരുന്ന് കഴിക്കണ്ടേ? അപ്പോൾ രാമേട്ടൻ അവിടെ നിന്ന് പറയാം, ആഹാ നീ മരുന്നൊന്നും കഴിച്ചില്ലേ, കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, ആദ്യം മരുന്നൊക്കെ കഴിച്ച് നീ അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് പറയാം, എടി ഞാൻ മരുന്ന് കഴിച്ചതല്ലേ. മരുന്നൊക്കെ കഴിച്ചു, നിങ്ങൾ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് ശരി, അത്രയ്ക്ക് കുശുമ്പാണോടി നിനക്ക്? പിന്നല്ലാണ്ട് നിങ്ങളിങ്ങനെ ആരെയും പൊക്കി പറയണത്, ദേവി എന്തിനാ ഇത്രത്തോളം പൊക്കി പറഞ്ഞത്? അത് കേൾക്കാൻ മടിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആകാശ് കടയിലേക്ക് കയറി വരുന്നുണ്ട്. വന്ന പാടെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. സാധനങ്ങളെല്ലാം ഓർഡർ കൊടുത്തു, ഉള്ളി ഉരുളക്കിഴങ്ങ് കാര്യങ്ങളെല്ലാം പറയാം. ഇതിനിടെ കൂടെ ആരും പറയണില്ല കേട്ടോ രവീന്ദ്രൻ വന്ന കാര്യം ആകാശിനോട്. അപ്പോഴാണ് ആകാശിനെ രവീന്ദ്രൻ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ടാണ് കാര്യം പറയുന്നത്. ആകാശൻ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് കടയിലേക്ക് വന്നിരുന്നു. ആണോ? എന്നിട്ട് ഇവിടെ ആരും പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. രാമേട്ടാ അങ്കിൾ ഇവിടെ വന്നിരുന്നോ? വന്നിരുന്നു. രാമേട്ടൻ ഇപ്പോഴാണ് പറഞ്ഞത് എന്നോട്. അത് ശരി. വന്നെങ്കിലും എനിക്കതിൻ്റെ മര്യാദയൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെയാണ്, അതൊക്കെ ഞാൻ നിന്നോടെല്ലാം വഴിയെ പറയാം. പക്ഷേ എനിക്ക് അവിടെ വന്നപ്പോൾ തന്നെ നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ട ഗതിയാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ എന്താ കാര്യം? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞോളാം. എന്തായാലും മോൻ എനിക്കൊന്ന് കാണണം, നേരിട്ടെല്ലാം പറയാമെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ. ആകാശന് അങ്ങ് ദേഷ്യം വന്നിട്ട് നേരെ എല്ലാവരോടും ചാടി കയറണുണ്ട്. എന്താ നിങ്ങളെല്ലാവരും എൻ്റെ അങ്കിൾ ഇവിടെ വന്നിട്ട് പറയാത്തത്? മിണ്ടാതെ വെച്ചുകൊണ്ടിരുന്നോ? അല്ല എടാ, അത് എന്നും പറഞ്ഞും കൂടി ധർമ്മം തുടങ്ങാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ദേവി പറഞ്ഞത്, മാമ പറഞ്ഞ് വിഷമിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ആകാശേ ഇവിടെ വന്നിരുന്നു മീനാക്ഷിയുടെ അച്ഛൻ. വന്നെങ്കിലും ഞാൻ അദ്ദേഹത്തോട് മാന്യമായി തന്നെയാണ് പെരുമാറിയത്.
വന്ന് കയറിയപ്പോഴേ ഈ കസേര കയറിയിരുന്നു. അത് ശരിയാണോ? നമ്മുടെ കടയിൽ ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയാണോ? പുറത്തുനിന്ന് പറഞ്ഞവർ. അതെങ്ങനെ എൻ്റെ അമ്മായിയച്ഛൻ പുറത്തുനിന്നുള്ള ഒരാളാവും? ഈ കുടുംബത്തിൽ തന്നെ ഒരാളല്ലേ? അതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് പറയണില്ല. മീനാക്ഷിയുടെ അച്ഛനും ആണ്, ഒക്കെയാണ് എന്നും പറഞ്ഞ് ഇതൊരു സ്ഥാപനം, ഇവിടെ ഇരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വേറെ ആൾക്കാരുണ്ടല്ലോ, അവരല്ലേ ഇരിക്കേണ്ടത്. ഞാൻ ഇപ്പുറത്തേക്ക് ഈ സ്റ്റോളിൽ ഇരുന്നോളാനും പറഞ്ഞിരുന്നു. എന്നിട്ട് അത് കേൾക്കാതെ എന്നടുത്താണ് ചാടിക്കയറി മര്യാദയില്ലാതെ സംസാരിച്ചത്. ഞാൻ എണീറ്റ് മാറാൻ പറഞ്ഞത് തെറ്റാണോ? തെറ്റാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകാശം അങ്ങ് തിളച്ച് നിൽക്കാട്ടോ. ഇവർക്ക് രണ്ട് കൊടുക്കാതെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തത് എന്തായാലും ശരിയായില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദേവി അന്തം വിട്ട് നിൽക്കുക. ദേവി പറയാം, ആഹാ അതാ ഇപ്പോൾ ശരി കൊള്ളാവുന്നല്ലേ. അപ്പോൾ ബാലച്ചനാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് ഇവിടെ പിടിച്ചിരുത്തു എന്നാണോ ആകാശ് പറയുന്നത്? അത് വേറെ ആരുമല്ലല്ലോ, എൻ്റെ മീനാക്ഷിയുടെ അച്ഛനാണ്. അത് എൻ്റെ അമ്മായിയച്ഛനാണ്. എൻ്റെ അമ്മായിയച്ഛൻ ഇവിടെ വന്ന ആ കസേരയിലിരിക്കാൻ എന്താ അധികാരം ഇല്ലാത്തത് എന്നിങ്ങനെ ആകാശ ദേഷ്യത്തോട് ചോദിക്കട്ടോ. ശ്രീദേവിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കാട്ടോ മുഖത്ത് നോക്കിക്കൊണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.